ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കട്ലപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. സൂര്യഗായത്രിയാണ് ചേരുന്നത് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. സൂര്യഗായത്രി, ഇന്നത്തെ ഈ ദിവസം അത് വളരെ പ്രധാനമായിരുന്നു. വാദം പൂർത്തിയായിരിക്കുന്നു. നാളെ വിധി പറയും. സ്വാഭാവിക ജാമ്യം 90 ദിവസം റിമാൻഡ് കാലാവധി അത് പൂർത്തിയായ സ്ഥിതിക്ക് സ്വാഭാവിക ജാമ്യത്തിനാണ് ഹർജി നൽകിയിട്ടുള്ളത്. ആദ്യ കേസിൽ ഓൾറെഡി ജാമ്യം ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നാളെ ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാം. അതുതന്നെയാണ് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഉയർത്തി ഇന്ന് നിയമസഭയിലും ഭരണപക്ഷത്തിനെതിരായ ഒരു ആയുധമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് വാദം ഏത് രീതിയിലാണ് നടന്നത്? സ്മിത, ഇന്നിപ്പോൾ കട്ലപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് വാദം പൂർത്തിയായത്. നേരത്തെ ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്ന ജാമ്യ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ദ്വാരപാലക ശില്പ കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം, ഉപാധികളോട് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കട്ലപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ജാമ്യ ഹർജി, സ്വാഭാവിക ജാമ്യ ഹർജി നൽകുകയും അതിന്റെ വാദം ഇന്നിപ്പോൾ പൂർത്തിയാവുകയും ചെയ്തു. അത് നാളെ വിധി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇന്നിപ്പോൾ വാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നത്. ജാമ്യം ലഭിച്ചാൽ പോറ്റി നാളെ പുറത്തിറങ്ങുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ടത് സ്വർണ്ണക്കൊള്ള കേസ് ഒരു ജലരേഖയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു പ്രതികൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു ഇതുപോലെ 90 ദിവസത്തെ തന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. അതിനുശേഷം എസ് ശ്രീകുമാർ തന്റെ റിമാൻഡ് ഇടയ്ക്ക് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ശ്രീകുമാറിനെ കോടതി പുറത്ത് വിടുകയായിരുന്നു 43 ദിവസത്തിന് ശേഷം. അതിനുശേഷം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. ജാമ്യ ഹർജിയിൽ അപ്പോൾ നാളെയാണ് വിധി വരിക. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.